+1 വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് മോഷൻ ബൈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് ഒരൊറ്റയടിക്ക് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്കി നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ആക്ച്വൽ പാത്ത് ലെങ്ത് ട്രാവൽ അല്ലെ, നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള മൊത്തം പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അവിടെ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് മാത്രമേ മാറ്റർ ആവുന്നുള്ളൂ. അത് നമ്മൾ ഏതൊക്കെ ഡിസ്റ്റൻസിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ പാത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ഡിഫറെന്റ് പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. സപ്പോസ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ആൻഡ് ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഓൾസോ എയിൽ നിന്ന് സിയിലേക്ക് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഓരോ ഡിഫറെന്റ് പാത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ഓരോ ഡിഫറെന്റ് പാത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുക, നമ്മുടെ പാത്ത് എ ബി സി എന്ന് പറയുന്ന പാത്താണ്. എ ബി സി എന്ന് പറയുന്ന പാത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് നോക്കുക. അപ്പൊ എ ബി സി ആണെന്നുണ്ടെങ്കിൽ എ നിന്ന് ബി വരെ 2 മീറ്റർ, ബി നിന്ന് സി വരെ 10 മീറ്റർ. അപ്പൊ ടോട്ടൽ ആയിട്ട് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 + 10 ദാറ്റ് ഈസ് 12 മീറ്റർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി ഞാൻ അവിടെ ഉണ്ടാവുന്ന 2 പോയിന്റ്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് പറയുന്നത് എയും ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് സിയും ആണ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് 6 മീറ്റർ. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 6 മീറ്റർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈ ഒരു കേസിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് എ സി ആണെന്ന് വിചാരിക്കാം. എ സി എന്ന് പറയുന്ന പാത്താണ് ഞാൻ എടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും രണ്ടും എന്ത് തന്നെയാണ്, യെസ് 6 മീറ്റർ തന്നെയാണ് വരിക. രണ്ടും 6 മീറ്റർ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ലൈൻ പാത്താണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും. അതർവൈസ് ആക്ച്വൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിനെക്കാട്ട് കുറയും. ഓക്കെ, ഇനി സ്ട്രേറ്റ് ലൈൻ പാത്ത് ആണ് ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ നല്ല സെയിം ആയിട്ട് കിട്ടും. ഇനി വേറൊരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് എ ബി സി എ. എ ബി സി എ ഇതാണ് നമ്മുടെ പാത്ത് എന്ന് വിചാരിക്കും. എ ബി സി എ ആണ് നമ്മുടെ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്നറിയോ, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് എ നിന്ന് ബി വരെ 2 മീറ്റർ, ബി നിന്ന് സി വരെ 10 മീറ്റർ, പിന്നെ അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സി നിന്ന് എ വരെ 6 മീറ്റർ ഉണ്ട്. അപ്പൊ 10 + 2 + 6 വരും അല്ലെ, ദാറ്റ് ഈസ് 18 മീറ്റർ ആയിരിക്കും എന്ത് വരിക, യെസ് നമ്മുടെ ഡിസ്റ്റൻസ് വരിക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18 മീറ്റർ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും അറിയോ, അവിടെ ഇനീഷ്യൽ പോയിന്റ് എ ആണ്, ഫൈനൽ പോയിന്റ് എ ആണ്. സോ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് സെയിം ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ എത്രയായിരിക്കും കിട്ടുക, 0 ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. റെഡി, ക്ലിയർ? സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക, അത് 0 ആയിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്തിട്ട് മോഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. ഡിസ്റ്റൻസിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആയിരിക്കാം. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഡിപെൻഡന്റ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് പറയാം കേട്ടോ. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്കെയിലാർ ആണ്, വെക്ടർ ആണ്. യൂണിറ്റ് രണ്ടിനും സെയിം തന്നെയാണ്, മീറ്റർ തന്നെയാണ് യൂണിറ്റ് വരെ. ഡയമെൻഷൻ രണ്ടിലും സെയിം തന്നെയായിരിക്കും. ഡയമെൻഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും ബേസ് സ്ക്വയർ ബ്രാക്കറ്റിൽ L എന്ന് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് അതിന്റെ ഡയമെൻഷൻ വരിക. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മീറ്റർ ആയിരിക്കും. രണ്ടെണ്ണത്തിനും സെയിം യൂണിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റെഡി, ക്ലിയർ? അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ്. സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്പീഡ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇറ്റ് ഇസ് വെലോസിറ്റി. സോ ഇവിടെയും എന്താണ്, സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് ഇസ് എ സ്കെയിലാർ ആൻഡ് വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി വെക്ടർ ആണ്, സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്. ഇനി യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് യൂണിറ്റ് രണ്ടെണ്ണത്തിനും യൂണിറ്റ് സെയിം ആയിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. രണ്ടെണ്ണത്തിനും ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, LT⁻⁻1 ആയിരിക്കും. രണ്ടെണ്ണത്തിനും ഡയമെൻഷൻ വരിക. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് L തന്നെയാണ്, ഡിവൈഡ് ബൈ T ചെയ്യുന്നു. സോ LT⁻⁻1 എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക, യെസ് അവിടുത്തെ ഡയമെൻഷൻ വരുന്നുണ്ടായിരിക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ആയിരിക്കും, ആവറേജ് സ്പീഡ് ആയിരിക്കും. ആൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി കിട്ടുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നതും ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് തമ്മിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോസ് എൻ്റെ അടുത്തൊരു പോയിന്റ് ഉണ്ട്, A B C D എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ
ABCD അങ്ങനെ ഡിഫറെന്റ് പോയിന്റിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ, അതിന്റെ മൊത്തത്തിൽ എടുത്ത ടൈം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു ടൈം ഇന്റർവെല്ലിന്റെ ഉള്ളിൽ A to B D എന്ന് പറയുന്ന ആ ഒരു ടൈം ഇന്റർവെല്ലിൽ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള സ്പീഡാണ് നമ്മൾ എന്തെന്ന് പറയുക, യെസ് ആവറേജ് സ്പീഡ്, അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടൈം ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് നമ്മൾ പറയാ. ഇനി പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഏതൊരു പെർട്ടിക്കുലർ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യണം. അറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എന്തായിരുന്നു സ്പീഡ്, അല്ലെങ്കിൽ അറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എന്തായിരുന്നു വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പറഞ്ഞിട്ട് എന്താണ്, ഇറ്റ് ഈസ് സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റന്റ് ഇസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡിനെ നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡ്, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, യെസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയില് ടൈം നമ്മൾ വളരെ ചെറുതാക്കണല്ലേ, വളരെ ചെറിയ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണല്ലോ. സോ അതുകൊണ്ട് നമുക്കൊരു ചെറിയ കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയില് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആവുന്ന സമയത്ത് കിട്ടുന്നതാണ് ദാറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി. ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ റെപ്രസെന്റേഷൻ വരിക. റെഡി ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുക. ആൻഡ് ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയോ? യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അതായത് വെലോസിറ്റിന്റെ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ സെക്കൻഡ്, സോ ടോട്ടൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ആക്സിലറേഷന്റെ എന്ത് വരുന്നുണ്ടായിരിക്കുക, യൂണിറ്റ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിലോ, ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ L_T⁻² വരും. L_T⁻² വരും. ഓക്കെ, L_T⁻1 ഡിവൈഡഡ് ബൈ ടി, അങ്ങനെ L_T⁻2 നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾസോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഇസ് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണല്ലോ. സോ ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് ഡയറക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വെലോസിറ്റി ഇസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഇസ് പോസിറ്റീവ്, ആൻഡ് വെലോസിറ്റി ഇസ് ഡിക്രീസിംഗ് വിത്ത് ടൈം ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് നെഗറ്റീവ്. ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസെലറേഷൻ എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. റെഡി, ക്ലിയർ? ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും പറഞ്ഞ അതേപോലെ തന്നെയാണ്. അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കുക. സോ ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം, ആവറേജ് ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരിക്കും വരിക. ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയാം വി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലെ. വി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ ഡി വി ബൈ ഡി ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യെസ് നമ്മുടെ സ്പീഡിന് നമുക്ക് ആക്സിലറേഷൻ നമുക്ക് റെപ്രസെന്റ്, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡി വി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് ഇസ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് മറ്റൊരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്നത്. ഇനി വാട്ട് ഈസ് യൂണിഫോം മോഷൻ? ഒന്നുമില്ല, ഒരു ഡെഫിനറ്റ് ടൈം ഇന്റർവെല്ല് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പൊ ഒന്നുമില്ല, ഞാൻ ഓരോ 2 സെക്കൻഡ് ടൈം ഇന്റർവെല്ലും ഞാൻ 10 മീറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കും. അടുത്ത 2 സെക്കൻഡ് വീണ്ടും ഒരു 10 മീറ്റർ, വീണ്ടും ഒരു അടുത്ത 2 സെക്കൻഡിൽ വീണ്ടും ഒരു 10 മീറ്റർ, അങ്ങനെ 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഏതുമായിരിക്കാം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞു മാത്രം. അങ്ങനെ ഓരോ ഡെഫിനറ്റ് ടൈം ഇന്റർവെല്ല് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ മോഷൻ is under uniform. Okay, if an object moving along the straight line covers equal distance in equal intervals of time, it is said to be in uniform motion along a straight line. In uniform motion, velocity of the object എന്തായിരിക്കും? Uniform motion le velocity will be constant. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 10/2 എടുക്കണോ, 10/2 എടുക്കുമ്പോൾ ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അടുത്തതിൽ 10/2 എടുക്കണോ, അവിടെ 5 മീറ്റർ സെക്കൻഡ് നമുക്ക് കിട്ടും. അടുത്തതിൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിഫോം മോഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പോവുക.
and if the body covers unequal distance in equal interval of time. ഈ ഈക്വൽ അതായത് ഓരോ 2 സെക്കൻഡിലും ആദ്യം ഒരു 10 മീറ്റർ, പിന്നെ ഒരു 12 മീറ്റർ, പിന്നെ ഒരു 15 മീറ്റർ, പിന്നെ ഒരു 8 മീറ്റർ, അങ്ങനെ ഈക്വൽ ടൈം ഇന്റർവെല്ലില് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ബോഡി ഈസ് അണ്ടർ നോൺ യൂണിഫോം മോഷൻ. നമുക്ക് എന്താണെന്ന് പറയാം, നോൺ യൂണിഫോം മോഷൻ ആണെന്ന് പറയാം. ഒന്നുമില്ല, ഒരു 2 സെക്കൻഡിൽ 8 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത 2 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത 2 സെക്കൻഡിൽ 15 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത 2 സെക്കൻഡിൽ വീണ്ടും 6 മീറ്റർ ട്രാവൽ ചെയ്തു. ഇങ്ങനെ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയാം, യെസ്, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഇനി എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈക്വൽ ടൈം ഇന്റർവെല്ലില് ഒരു ഈക്വൽ വെലോസിറ്റി ആണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് ബൈ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ഈക്വൽ എമൗണ്ടിലാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് ആദ്യത്തെ ഒരു 2 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ, ദെൻ നെക്സ്റ്റ് 2 സെക്കൻഡ്, അടുത്തൊരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 സെക്കൻഡ് ദാറ്റ് ഇസ് 4 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും ഒരു 6 സെക്കൻഡ്സ് ആയി കഴിഞ്ഞപ്പോൾ അതൊരു 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്തൊരു 8 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇവിടെ നോക്കി നോക്കാം, ഓരോ ഇവിടുത്തെ ടൈം ഇന്റർവെൽ 2 സെക്കൻഡ് ആണ് അല്ലെ. ഓരോ ടൈം ഇന്റർവെല്ലും, അതായത് ഓരോ 2 സെക്കൻഡ് ടൈം ഇന്റർവെല്ലും ഇവിടെ വെലോസിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്തിരിക്കണേ? ഇവിടുത്തെ ചേഞ്ച് ചെയ്ത വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടുത്തെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടുത്തെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അതായത് ഓരോ ഡിഫറെന്റ് ടൈം ഇന്റർവെൽ, ഈക്വൽ ടൈം ഇന്റർവെല്ല ഈക്വലി ആണ് അടുത്ത വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ദാറ്റ് ഇസ് യൂണിഫോം ആക്സിലറേഷൻ. റെഡി ക്ലിയർ? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി നോക്കുക. യെസ്, നമുക്ക് ഗ്രാഫിക്കൽ സെഷൻസിൽ മെയിൻ ആയിട്ടും 3 ഗ്രാഫ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നോക്കുക, ഇഫ് ദ ബോഡി ഈസ് മൂവിംഗ് അണ്ടർ പോസിറ്റീവ് ആക്സിലറേഷനിലാണ് ബോഡി ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ആണെന്ന് പറയുന്നത്. ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഷേപ്പ് നേരെ തിരിഞ്ഞു, അങ്ങോട്ട് മുകളിലേക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, താഴേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കുക. ആൻഡ് സീറോ ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ആക്സിലറേഷൻ 0 ആവണമെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവരുത് അല്ലെ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. വെലോസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 0 ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ് കേട്ടോ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരിക? ദിസ് ഇസ് പൊസിഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ XT ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും സെയിം ആണ്. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് ഇഫ് ദ ബോഡി ഈസ് മൂവിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ, പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കണം, പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കണം. പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇൻക്രീസിംഗ് ആണ് വേണ്ടത്, വെലോസിറ്റി ഇൻക്രീസിംഗ് ആയിരിക്കണം. ദെർഫോർ ഞാൻ എന്ത് ചെയ്യണു? അവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇൻക്രീസിംഗ് ആയിട്ട് വരച്ചു. ഇനി പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെ. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഡിക്രീസിംഗ് ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ വെലോസിറ്റി കുറയുന്ന ടൈം ഇൻക്രീസ് ചെയ്യാൻ വെലോസിറ്റി ഡിക്രീസിംഗ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് ദ മോഷൻ ഇസ് നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ഡയറക്ഷനിലാണ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരെ ആക്സിസ് മാറ്റുക, നെഗറ്റീവ് y ആക്സിസ് ആക്കിയിട്ട് വെക്കുക. ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അതുകൊണ്ട് ഡിക്രീസിംഗ് ആയിട്ട്, വെലോസിറ്റി ഡിക്രീസിംഗ് ആയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. മെയിൻലി നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. ദാറ്റ് ഇസ് v is equal to u plus at, s is equal to ut plus half at square and v square minus u square is equal to 2s. ഇതാണ് 3 equations of motion എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഓരോ ടേംസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ട്ടോ, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ആൻഡ് v എന്ന് പറയുന്നത് ഇസ് ദ ഫൈനൽ വെലോസിറ്റി. ആൻഡ് s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ടേക്കൺ ആണ്. t is the time taken. a is the acceleration. a എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ആക്സിലറേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ടേംസ് വരുന്നുണ്ടായിരിക്കാം. റെഡി? ഇനി അതിന്റെ ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേഷൻസ് ചോദിക്കുന്നുണ്ടായിരിക്കും. സോ ഫസ്റ്റ് കേസിൽ എല്ലാ കേസിലും നിങ്ങൾ ഗ്രാഫിക്കലി എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് പഠിച്ചു വെക്കുക. സോ ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് സപ്പോസ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ 2 മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോക്കി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? which gives the displacement. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് തരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ആൻഡ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് which gives acceleration. അതായിരിക്കും നമുക്ക് എന്ത് തരാം? ആക്സിലറേഷൻ തരാം. ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഗ്രാഫിലേക്ക് വരാം. ഗ്രാഫിൽ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെയാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി.
ഇവിടെ ടി ഇസ് ദ ഇത്രയും ഭാഗത്ത് എടുക്കുന്ന ടൈം ടേക്കൺ ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് ആക്സിലറേഷൻ ആണ് അല്ലെ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആയിരിക്കും വരിക. അപ്പൊ ഇവിടുത്തെ കേസിൽ സ്ലോപ്പ്, സാധാരണ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വൈ ആക്സിസിലുള്ള ആള് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലുള്ള ആളാണ്. ഇവിടുത്തെ വൈ ആക്സിസിലുള്ള ആളെന്ന് പറയുന്നത് ആരായിരിക്കും? വൈ ആക്സിസിലുള്ളത് വെലോസിറ്റി ആണ്, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലെ. എക്സ് ആക്സിസിൽ അളന്ന് പറയുന്നത് ടൈം ടേക്കൺ ആയിരിക്കും. അതാണ് സ്ലോപ്പ് വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? യെസ്, നമ്മുടെ ആക്സിലറേഷൻ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വൈ ആക്സിസിലുള്ള ആളെന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് വി മൈനസ് യു ആണ് കേട്ടോ. സോ വി മൈനസ് യു ഡിവൈഡഡ് ബൈ T is equal to acceleration എന്നുള്ളത് കൊടുക്കുക. So V minus U is equal to A into T, that is V is equal to U plus AT. This is the first equation of motion. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഇതേ സെയിം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ this is the initial velocity, final velocity and T is the time taken. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തരുന്നത് എന്തായിരിക്കും? വിച്ച് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് തരിക. സോ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ഏരിയ കിട്ടണമെങ്കിൽ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ അല്ലെ, ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഇല്ലേ, ഈ ട്രയാങ്കിളിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലസ് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. രണ്ട് ടോട്ടൽ ഈ ഒരു ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഏരിയ വരും. അത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ താഴെയുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആണ് എടുക്കേണ്ടത്. ഇനി ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ബേസ് എന്താ? ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ് വരിക അല്ലെ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗമല്ല അതിന്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? വിച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് യു. സോ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു ചെയ്യും. പ്ലസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടി ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് യു ആണ്. സോ യു ടി, യു ഇൻറ്റു ടി. ഓക്കെ, സോ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി എഴുതാണ്, റീഅറേഞ്ച് ചെയ്ത് എഴുതാണെന്നുണ്ടെങ്കിൽ യു ടി ഞാൻ ആദ്യം എഴുതണം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. വി മൈനസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം വരിക? നമുക്കറിയാം ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ആണ് എന്നുള്ള സംഗതി നമുക്കറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മൈനസ് യു എന്നുള്ളതിന് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? എ ടി എന്നുള്ളത് കൊടുക്കുക ഇൻറ്റു ടി അല്ലെ. സോ ഹാഫ് എ ടി സ്ക്വയർ, ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ഇതായിരിക്കും നമ്മൾ എന്ത് വരിക? യെസ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വരിക. Ready? Yes. And next case എന്ന് പറയുന്നത് third equation of motion ആണ്. Third equation of motionൽ നിങ്ങൾക്ക് അറിയാം v square minus u square is equal to 2as എന്ന് പറയുന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ്. സോ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഗ്രാഫിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് is equal to velocity into time ആണ് അല്ലെ. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ വെലോസിറ്റി എന്നുള്ളതിന് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? ഇവിടെ ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിയാം v plus u divided by 2 ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഇനി ടൈം ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ v is equal to u plus at ആണല്ലോ. സോ v minus u divided by a ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? t ആണ് കിട്ടുക. ആ v minus u divided by a എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ v minus u divided by a കിട്ടും. അപ്പോൾ v plus u into v minus u അല്ലെ. ന്യൂമറേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ v plus u into v minus u, that is v square minus u square divided by താഴെയുള്ള ആൾ 2a ആണ് ഡിനോമിനേറ്ററിൽ വരിക. ദാറ്റ് ഇസ് s അല്ലെ. സോ 2as is equal to v square minus u square, that is v square minus u square is equal to 2as എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. സോ അത് നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ത്രീ ഡെറിവേഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കുക? ഫ്രീ ഫോളിന് മോഷൻസ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ആ കേസിൽ എല്ലാത്തിലും നമ്മൾ ആക്സിലറേഷൻ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സിൻസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഓൾവേസ് ഡൗൺവേർഡ് ആണ്. സോ ആക്സിലറേഷൻ ഇക്വേഷൻ നിങ്ങൾ a equal to minus g, that is minus 9.8 meter per second square വെച്ചിട്ട് എഴുതുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻസിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ബോഡി ഫ്രീ ഫോളിന്റെ സമയത്ത് വെറുതെ ഡ്രോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ഇട്ട് കൊടുക്കുക. ഒരു ബോഡി നേരെ മുകളിൽ താഴേക്ക് ഇടുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ഇട്ട് കൊടുക്കുക. നമ്മളൊരു ബോഡി എടുത്തിട്ട് നേരെ മുകളിലേക്ക് എറിയുന്നു. മുകളിലേക്ക് എറിയുന്ന സമയത്ത് ബോഡി മുകളിൽ എത്തുന്ന പൊസിഷനിൽ ഫൈനൽ വെലോസിറ്റി നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ v is equal to u plus at എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറും? v is equal to മൈനസ് ജി ടി ആയിട്ട് മാറും. ആൻഡ് s is equal to ut plus half at square ആണ്. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, u 0 ആയിട്ട് പോയതുകൊണ്ട് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. v square minus u square is equal to 2as, therefore v square is equal to minus 2gs അതായിട്ട് കിട്ടും.
ഓക്കെ, അപ്പൊ എക്ക് നമ്മൾ ജി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ യു നമ്മൾ 0 ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ഒരു ബോഡി നേരെ താഴേക്കാണ് വീഴണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സലറേഷൻ, ബോഡി നേരെ താഴേക്ക് ഇടുന്ന സമയത്ത് ആക്സലറേഷൻ നിങ്ങൾക്ക് എന്തിട്ട് കൊടുക്കാം? നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ബോഡി മുകളിലേക്കാണ് വീഴണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്നിട്ട് ബോഡി താഴേക്കാണ് വീഴണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക കേട്ടോ. ബോഡി മുകളിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, താഴേക്ക് വരുമ്പോൾ ഡൗൺവേർഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അവിടെ തന്നെ സ്റ്റോപ്പ് ആവില്ല, കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ദ ഡിസ്റ്റൻസ് അറ്റ് മൂവിംഗ് ആഫ്റ്റർ ദ ബ്രേക്ക് അപ്ലൈ ചെയ്ത വെഹിക്കിൾ അല്ലെ, മൂവിംഗ് വെഹിക്കിൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ സമയത്ത് അതിന്റെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കുള്ള ഡെറിവേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ b² - u² = 2as ആണ്. എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ ഫൈനൽ വെലോസിറ്റി 0 ഇട്ട് കൊടുക്കുക അല്ലെ. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ഇട്ട് കൊടുക്കുക. therefore 2as is equal to -u² വരും. എസ് ആണ് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഇസ് -u² ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഈ ഒരു ഇക്വേഷന്റെ ബേസിസിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു.